പോട്ടെ. Hey, hello guys, it's me, വഴിപോക്കൻ. നമ്മുടെ ടെൻസെറ്റേഴ്സിൻ്റെ മൂന്നാമത്തെ ബാച്ച് റൈഡാട്ടോ ഈ പോകുന്നത്. സെക്കൻഡ് ബാച്ച് റൈഡ് നമ്മൾ ആദ്യം പോയ സ്ഥലം തന്നെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. മൂന്നാമത്തെ ബാച്ച് റൈഡ് പോകുന്നത് ഉറുമ്പിക്കരയിലോട്ടാട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ആയിട്ട് സെറ്റ് ഒരു വൈബ് തന്നെ ആയിരിക്കും. നമ്മളിന്ന് ടോട്ടൽ 5 പേരാട്ടോ ഉള്ളത്. നമ്മുടെ സനൽ ബ്രോ, പിന്നെ മുഹമ്മദ് ഉണ്ട്, പിന്നെ അഭിനന്ദ് ബ്രോ, പിന്നെ ഏന്തിയാറിന്ന് ഷാഫി എന്ന് പറയുന്ന ഒരു ബ്രോയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളാദ്യം നേരെ ഏന്തിയാർ പോവും, അവിടെ നിന്ന് ഫുഡ് അടിക്കും. എന്നിട്ട് ഷാഫി എന്ന് പറയുന്ന ബ്രോ ഏന്തിയാർ ഉള്ളതാട്ടോ. അപ്പോൾ ആൾക്ക് വാഗമണിൽ കുറച്ച് ഹിഡൻ സ്പോട്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി ഉച്ചക്കലത്തെ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മളൊരു വൈകുന്നേരമാണ് ഉറുമ്പിക്കര കയറാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈമിൽ കയറുമ്പോൾ സെറ്റായിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് വാഗമണിൽ അത്യാവശ്യം നല്ല രീതിക്ക് മഴയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. ചെറിയൊരു മഴയൊക്കെ കിട്ടി കോട കിട്ടിയാൽ സെറ്റാവും. ഞങ്ങളിപ്പോൾ പ്ലാശ്ശേരിയിൽ നിന്ന് എരുമേലിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നേരെ ഏന്തിയാർ. നമ്മൾ ഏന്തിയാർ എത്തി കേട്ടോ. അപ്പോൾ ഏന്തിയാറിന്ന് ഷാഫി എന്ന് പറഞ്ഞ ബ്രോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലെത്തി കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. ഇതാ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് അറിയത്തില്ല. അതാണ് ഷാഫി ബ്രോ. അപ്പോൾ ആള് നമ്മളെ കൊണ്ട് എവിടേക്കോ പോകും കേട്ടോ. ആളിവിടെ ഉള്ളതാണ്. ഇതൊരു അടിപൊളി സ്ഥലം കേട്ടോ ഏന്തിയാർ. നമ്മൾ ഷാഫി ബ്രോയുടെ വീട്ടിലെത്തി കേട്ടോ. ആളുടെ വണ്ടി ഫുള്ള് നീല കളറാണ്. ഇനി എത്ര വണ്ടിയുണ്ട്? 6 വണ്ടി ഉണ്ടല്ലേ? എല്ലാം നീല തന്നെ. നീല ഒരു ഹെവി നല്ല അടിപൊളി ഒരു സെറ്റ് സ്ഥലം കേട്ടോ. ഓക്കെ, നമ്മളിതുവഴി വാഗമൺ പോകാനുള്ള പ്ലാനിലാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഇത് നമ്മൾ ഒരു തവണ വന്ന റൂട്ടാട്ടോ. നമ്മൾ ഇതുവഴി കേട്ടോ നേരെ വാഗമൺ പോകാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തവണ ശ്രീലക്ഷ്മി പാറ ടെൻ്റ് അടിച്ചിട്ട് തിരിച്ച് ഇറങ്ങി വന്നത് ഈ വഴിയായിരുന്നു. ഈ വഴി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒന്ന് വിചാരിച്ച കേട്ടോ ഇനി ഈ വഴി ഒന്ന് തിരിച്ച് കയറാൻ നല്ല പറപ്പിച്ച് അടിച്ച് തെറിപ്പിച്ച് പോകാമെന്നൊക്കെ. പക്ഷേ ഇതാ ബേക്കിൽ ഇത്രയും ലോഡ് ഇരിക്കുക കേട്ടോ. ഫുള്ള് ബേക്കിൽ ലോഡാണ്. ആ ലോഡും വെച്ചിട്ട് ഭയങ്കര ടാസ്ക് കേട്ടോ. അതാ വരുന്നുണ്ടില്ലേ. ലോഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകാട്ടോ. അത്ര വലിയ ഓഫ് റോഡൊന്നുമല്ല, സാധാരണ ഈ മെറ്റലിട്ടിട്ടുള്ളൊരു റോഡാണ്. നമ്മളിപ്പോൾ തങ്ങൾപ്പാറയുടെ ആ ഒരു എൻട്രൻസിൻ്റെ അകത്താട്ടോ അപ്പോൾ ഉള്ളത്. നല്ല വെയിലത്ത് കയറിപ്പോയാൽ നല്ല സീനാവും. അതുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. എല്ലാവരും സെറ്റായി കേട്ടോ. നമ്മൾ തങ്ങൾപ്പാറയിൽ ഇവിടെ വന്നിട്ട് കുറേ നേരം ഇരുന്നു റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി പോകാൻ പോവാട്ടോ. ഗൈസ് നമ്മളിവിടെ ഒരു മൊട്ടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ ഗൈസ്. വാവ്, ഇത് അടിപൊളി സ്ഥലം. അവിടെ എല്ലാവരും ആ മുട്ടക്കുന്നിലാട്ടോ നിൽക്കുന്നത്. നമ്മളിവിടെ വേറൊരു മുട്ടക്കുന്നിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്.
എന്താണ് ഇങ്ങനെ ഞാനേ മണ്ടൻ കൂടുള്ള നീ മണ്ടനെ നമ്മളെങ്ങനെ വളരൂടാ. ഞാൻ വീഴത്തില്ലായിരുന്നു, ഞാൻ വെച്ചതാ. ചാടിച്ച് കൊണ്ടുവരട്ടെ, നിങ്ങളെങ്ങനെ കയറ്റിയ? ഓ മിററൊക്കെ പോയി. കേറ്റ് കേറ്റ് കേറ്റ്. പെട്ട് ചാടി കയറ്റാൻ നോക്കിയാട്ടോ, പെട്ടുപോയി. എന്ത് ചെയ്യും മല്ലയ്യ, പലതരം കഴപ്പുകൾ. തള്ളട്ടെ. സംഭവം ഒടിഞ്ഞു പോയി, മൗണ്ട് ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ ആരെങ്കിലും അടുത്ത മൗണ്ട് വായിച്ചിട്ട് നോക്കാം. ഗൈസ് നമ്മൾ അടുത്ത മലയിൽ വന്നു കേട്ടോ. സംഭവം കയറിയപ്പോൾ ഗോപ്രോയുടെ മൗണ്ട് ഒടിഞ്ഞു പോയി, ഒരുപാട് പ്രശ്നങ്ങളായി. പിന്നെ വേറെ മൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. എന്താണ് വ്യൂ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വാഗമൺ ടൗണിൽ പോയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. വാങ്ങിയിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറുമ്പിക്കര തിരിച്ചിറങ്ങാൻ പോവാണ്. നല്ല ഇറക്കം കേട്ടോ. അയ്യോ അവർ വരുന്നുണ്ടോ, അത്രയും വലിയൊരു മല കേട്ടോ ഇറങ്ങി വന്നത്. നമ്മൾ തിരിച്ചിറങ്ങുന്ന റൂട്ടാട്ടോ ഇത്. ഓ ഓ വാഗമൺ എത്തി കേട്ടോ. അടുത്ത പ്ലേറ്റും മാഗിയൊക്കെ വാങ്ങാൻ വേണ്ടി അടുത്ത കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ് വാഗമണിൽ നല്ല മഴ തുടങ്ങി കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആകാൻ പോവാണ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി ഇപ്പോൾ വരും. ചിക്കൻ ബിരിയാണി വരട്ടെ. നമ്മുടെ ബിരിയാണി വന്നിരിക്കുകയാണ്. വന്ന് തുടങ്ങിയില്ല, അതിന് മുമ്പേ തീറ്റ തുടങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ഇനി സമയമില്ല, മഴ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചായിരുന്നു. മഴയൊക്കെ പെയ്തിട്ട് വാഗമൺ സെറ്റായിട്ട് കിടക്കുക കേട്ടോ. നേരെ ഉറുമ്പിക്കര കയറാനായിട്ട് പോവാം കേട്ടോ. ഏകദേശം നല്ലൊരു മഴ കിട്ടിയിട്ട് ഇങ്ങനെ തോന്നി നിൽക്കുകയാണ്. പിന്നെ നല്ല മിന്നലുണ്ട് കേട്ടോ. അപ്പം എന്താവും ഉറുമ്പിക്കര കയറിയിട്ട് സ്റ്റേ അടിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഉറുമ്പിക്കര നല്ലൊരു ടോപ്പ് ഹില്ലാണ്. അപ്പോൾ അവിടെ മിന്നൽ വെട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ സ്റ്റേ അടിക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും നമുക്ക് കയറിയിട്ടൊക്കെ നോക്കാം. സമയമില്ല, ഒരുപാട് ലേറ്റായി പോയി. വെക്കുന്നിനി നേരെ ഉറുമ്പിക്കര സൈഡിലോട്ട് പോവാം. നമ്മൾ ഉറുമ്പിക്കര ഓൺ ദ വേ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അക്രമങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം വണ്ടി ഫുള്ള് ലഗേജാണ്. ലഗേജ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ലഗേജ്. ഒന്ന് ആ ജമ്പൊക്കെ കാണുമ്പോൾ ജമ്പൊന്ന് അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. പിന്നെ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ അല്ല അടിച്ച് വിട്ട് കയറി പോകണമെന്നും ആഗ്രഹമുണ്ട്, അതും നടക്കുന്നില്ല. ഈ ഒരു ഫുൾ ലഗേജ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഒരു സീനും ഇല്ലായിരുന്നു. ഫുള്ള് മഞ്ഞിറങ്ങി കേട്ടോ, കോട. എൻ്റെ പൊന്നു മോനെ, കോട വരുന്നുണ്ടോ? ഓഹോ ഓ നൈസ്. എന്തായാലും അടിപൊളി, ഇപ്പൊ സെറ്റായിട്ടുണ്ട്. ഓ വൈബ്, അടിപൊളി മോനെ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാട്ടോ പോകാനുള്ള. ഇവിടെ നിന്നാണ് ടാസ്ക് തുടങ്ങുന്നത്. നമ്മളെല്ലാവരും സെറ്റായി കേട്ടോ. അതാ ഈ റൂട്ടാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് പതിയെ കയറി തുടങ്ങാം. കണ്ട ലഗേജ് നോക്കിയേ, സനൽപുറിൻ്റെ വണ്ടിയുടെ ലഗേജ് കേട്ടോ. ഇതേപോലെ ലഗേജ് എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ കയറി തുടങ്ങാം.
ഉറുമ്പിക്കരയിലെ മെയിൻ ടാസ്ക് ഇതുവരെ എത്തിയില്ല. അതിൽ കയറ്റം ഉള്ള സ്ഥലം കേട്ടോ, അവിടെയാണ് മെയിൻ ടാസ്ക്. ഇതാണ് നമ്മളെ ഏറ്റവും ടാസ്ക് ഉള്ള സ്ഥലം. ഓക്കെ യെസ് കേറി. അതാണ് കേട്ടോ ഏറ്റവും ടാസ്ക് പിടിച്ചൊരു സ്ഥലം. അത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അയ്യോ, പോട്ടെ 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 ഗൈസ്, നമ്മളെല്ലാവരും ഇവിടെ കയറി കേട്ടോ. ഇനിയിപ്പോൾ ടോപ്പിലോട്ട് പോകണം. എല്ലാവരും സെറ്റായിട്ട് തന്നെ കയറി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നേരെ മുകളിൽ പോവുക, ടെൻ്റ് അടിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ കിടക്കുക, ഇന്നത്തെ ദിവസം വൈബാക്കുക. അതാട്ടോ അന്നത്തെ പരിപാടി. നമ്മളിതാ മുകളിലെത്തി, സാധനമൊക്കെ സെറ്റാക്കി കേട്ടോ. ക്യാമ്പ് ഫയർ ഇതാ എല്ലാം സെറ്റായി. അടുത്ത കനല് നമ്മൾ ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള സംഭവം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ടെൻ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടോ. പണിപ്പാളി ഗായ്സ്, നമ്മൾ ചിക്കൻ വെച്ചപ്പോ മഴ, ഒടുക്കത്തെ മഴ, ചിക്കൻ ആ മഴയത്ത് കുളിക്കുക. ക്യാമ്പയിലും കുളമായി, വേറെ വെളിയിൽ ഒടുക്കത്തെ മഴ ആയിട്ട് എല്ലാവരും കുളിച്ച് ഇത് തെന്നിൻ്റെ അകത്ത് കയറിയിട്ടിരിക്കുക കേട്ടോ. ഫോണൊക്കെ നനഞ്ഞ് ആകേതായി. എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് ബ്രോ? ഒന്നും പറയാനില്ല, എക്സ്പ്രഷൻ ഇട്ട് കാണിക്കാൻ എടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാം കേട്ടോ. എന്തായാലും കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുള്ളൂ. ഉറുമ്പിക്കര നമ്മള് ഇവിടെ വേറൊരു ഷെഡ് ഉണ്ട് ഉറുമ്പിക്കരയിൽ. അപ്പൊ അവിടെ അവിടെ കുറച്ച് വിറകൊക്കെ കൂട്ടി ക്യാമ്പ് ഫയർ ഇടുക. നമ്മൾ ചിക്കൻ ഏകദേശം എല്ലാം സെറ്റാണ്, നന്യമില്ല. അതിന് വീണ്ടും സെറ്റാക്കാൻ വേണ്ടി പോവാട്ടോ. ചത്ത ചിക്കനെ നമ്മൾ വീണ്ടും ജീവിപ്പിക്കാൻ പോവാണ് ഗൈസ്. നനഞ്ഞ ഫ്രൈ, നനഞ്ഞ ഫ്രൈ. ഇതിനൊരു പേരിട്ടാണ്, ഇതിന്റെ പേരാ റെയിൻ ചില്ലി വാട്ടർ ചിക്കൻ. വാട്ടർ ചിക്കൻ, വാട്ടർ ചിക്കൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ ചിക്കൻ ആണ്. ഇതാണ് നമ്മുടെ റെഡി. പൊറോട്ടൊക്കെ സെറ്റായി, ഇതിലിട്ടോ ചിക്കൻ സെറ്റായി. ഇതിൽ ചിക്കൻ എല്ലാം സെറ്റ്. എങ്ങനെയുണ്ട് സാധനം? തിന്നില്ലല്ലോ, തിന്നാ. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. എല്ലാം സെറ്റാക്കി കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ക്യാമ്പ് ഫയർ സെറ്റാക്കി. ടെൻറ്റിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെൻ്റെല്ലാം വൈപ്പ് ചെയ്ത് ടെൻറ്റിൻ്റെ അകത്ത് ഫുള്ള് സെറ്റാക്കി കേട്ടോ. ടെൻറ്റൊക്കെ സെറ്റാക്കി. ഇനി നമ്മൾ കിടക്കാൻ പോവാട്ടോ. ഇനി നൈസിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാമ്പ് ഫയറിൽ ഒന്ന് ചൂടൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിടക്കാൻ പോവാട്ടോ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതാ കണ്ടില്ലേ, എല്ലാവരും ഉറങ്ങും കേട്ടോ. സമയം 5:30 ആ ടൈമായി. വണ്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇങ്ങനെ ആകാശം ഇങ്ങനെ ചുമന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നല്ല തണുപ്പുണ്ട്. ഞാൻ എന്താ ഈ ഹുഡി ഇട്ടിട്ട് അതിൻ്റെ അകത്തിൻ്റെ റേഞ്ച് കോട്ട് ഇട്ടിട്ട് പാൻ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒടുക്കത്തെ തണുപ്പാണ്. നമ്മളിതോ അവിടെ കേട്ടോ സ്റ്റേ ചെയ്തത്. ഇപ്പുറത്തൊരു മലയിലോട്ട് വന്നതാ. ആകാശം നോക്കിയേ, സെറ്റായി. അവിടെ ഒരു അമ്പലമുണ്ട്, പിന്നെ താഴെ ഒരു ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഷെഡിൽ പോയിട്ടാണ് തീയൊക്കെ ഇട്ടത്. ഈ ഒരു പാറയൊക്കെ കണ്ടോ, ഇത് നോക്കിയേ, അടിപൊളി. ചുറ്റിനും വ്യൂ തന്നെ, എന്താ രസം.
ക്ലൗഡ് ബെഡ് നോക്കിയേ. രാവിലെ വലിയ അങ്ങനെ കോടയായിട്ടൊന്നുമില്ല, പക്ഷേ ആ രാത്രിയിലത്തെ മഴ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇതുവരെ ഇങ്ങനെ ചെറിയ മഴ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ഹെവി മഴ കിട്ടിയത് ഇതാദ്യമായിട്ടാണ്. അതും ചിക്കൻ ചുട്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ മഴ കിട്ടി. ഭാഗ്യത്തിന് ചിക്കനിലൊന്നും വെള്ളമൊന്നും പറ്റാതെ അതൊക്കെ നോക്കിക്കൊണ്ട് സെറ്റായി കേട്ടോ. പിന്നെ ചിക്കൻ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കഴിക്കാനും പറ്റി. ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കട്ടൻ ചായയൊക്കെ കുടിച്ചതാ ടെൻ്റൊക്കെ മടക്കി സെറ്റാവാൻ പോവാണ്. ഇനിയിപ്പോൾ മാഗി ഉണ്ടാക്കണം. നമ്മുടെ മാഗിയൊക്കെ സെറ്റായി കേട്ടോ. അടുത്ത് നമുക്ക് മാഗി കഴിക്കാം. പിന്നെ ഇതാ ഈ സ്ഥലത്ത് ഫുള്ള് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിതാ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ ട്രിപ്പിനും നമ്മൾ ഈ ഒരു ബാഗ് കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആക്കിയിട്ട് താഴെ കൊണ്ടുപോകുന്നതായിരിക്കും. ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ക്ലീൻ ആക്കാണ്ട് അവിടെയൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട്, അതൊക്കെ എടുത്ത് ഇനി ഇതിൻ്റെ അകത്ത് ഇടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നൈസിന് മാഗി കഴിക്കാം. ഗൈസ് ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ഇവിടെ കിടന്ന് പ്ലാസ്റ്റിക്കും എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് കുട്ടിക്കാനം വഴി ഇറങ്ങാൻ പോവാം കേട്ടോ. അതാണ് അടുത്ത പ്ലാൻ. എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നേരെ കുട്ടിക്കാനം വിടാനായിട്ട് പോവാം. പുള്ളി വരണ്ടെന്ന് പറ. ആന വരണമെന്ന് പറ. ആന വരണോ? സ്പീഡ് വരുവാ. നീ ചെരുപ്പെന്നല്ലേ വിളിച്ചത്? നീ എന്തത് പറഞ്ഞത്? ഞാൻ ബ്രേക്ക് പിടിച്ചു. ഞാൻ വെച്ചാൽ നീ ബാഗിൽ നിന്ന് ചെരുപ്പെന്ന് വിളിച്ചു. അവൻ എൻ്റെ ബാഗിൽ നിന്ന് ചെരുപ്പ് ഇളകി പോയത്. നീ നിർത്തിന്നാ ഞാൻ വിചാരിച്ചത്. അതിലൊന്നും പറ്റിയില്ല. എനിക്കൊന്നും പറ്റില്ല. നീയല്ലേ വീണത്. വന്ന് വീഴ്ച കുഴിയെ പോയി വീട്. നമ്മള് അവിടെ ജെറ്റിട്ട് വന്നില്ലേ, ഞാൻ ഒറ്റ ബ്രേക്ക് കൂടി. ആടാ, ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഐഡിയ. കുഴി പോയത് നമ്മള്. നമ്മള് കുട്ടിക്കാനത്തെത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ നേരെ ലാൻഡ്രം എസ്റ്റേറ്റിലോട്ട് പോവാണ്. അവിടെ പോയൊന്ന് ചില്ലായിട്ടൊന്ന് ഇരുന്നിട്ട് വരാൻ വേണ്ടി പോവാട്ടോ. കാരണം ഇപ്പം നല്ല ക്ലൈമറ്റാണ്, നല്ല മഴയുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല വെള്ളമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് പോവാണ്. എന്തായാലും അത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം നമ്മളവിടെ ഒരു തവണ പോയി വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ 10 സെറ്റേഴ്സിൻ്റെ ഒരു ചെറിയ റൈഡായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് പേരെ ഉള്ളായിരുന്നു. എന്തായാലും കുറച്ച് പേരെ ഉള്ളവരുന്നെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിരുന്നു. കാരണം മെയിനായിട്ട് ആ ഒരു മഴ വന്നതോടെ ഫുള്ള് മാറി. ആ മഴ വന്ന് നമുക്ക് ചിക്കൻ ആദ്യം ചുടാൻ പറ്റിയില്ല. നമുക്ക് ആദ്യം കുറച്ച് സീനൊക്കെ ആയെങ്കിലും ആ മഴ ഒന്ന് തോന്നിട്ട് നമ്മൾ വേറൊരു ഷെഡിലൊക്കെ പോയി ആ ചിക്കനൊക്കെ ചുട്ടെടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു മഴ വന്നപ്പോഴാണ് ആ ഒരു വൈബ് വന്നത്. എന്തായാലും അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ ട്രിപ്പ് സെറ്റായി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ട്രിപ്പൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ട്രിപ്പൊക്കെ പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.